മീനില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി റെസിപ്പിയാണ്. അതായത് കോവയ്ക്കയുടെ ഒരു കറിയുടെ റെസിപ്പിയാണ്. ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ പലരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം. ഓരോരുത്തർ ചേർക്കുന്ന ചേരുവയുടെ അളവിൻ്റെ കൂട്ടിയും കുറച്ചും അനുസരിച്ച് ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകാമേ. ഞാൻ ചെയ്യുന്ന രീതിയാണ്, ഇതേ അളവിൽ തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 1/4 കിലോ കോവയ്ക്കയുടെ കൂടെ ഒരു 5-6 കോവയ്ക്ക കൂടെ കൂടുതലിട്ടിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കോവലുവള്ളിയിൽ നിന്ന് പറിച്ച ഉടനെ തന്നെ ആ കറി വെക്കുന്നുവെങ്കിൽ അരിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കുമേ. അതിനകത്തൊരു പത പോലെ ഒരു വഴുവഴുപ്പുള്ള ഒരു കറയുണ്ടാവുമേ, അതൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ആ പ്രോബ്ലം വരത്തുള്ളൂ. കുറച്ച് 2-3 ദിവസം പഴയതായിട്ടുണ്ടെങ്കിൽ അത്രയും കറ കാണത്തില്ലേ. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ചേർക്കുക. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പകുതി സാദാ മുളക് പൊടി പകുതി കാശ്മീരിയും ചേർത്താൽ മതി. ഇതാ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പകുതിയുടെ കുറച്ചൊന്ന് കുറവാണ്. ഇതാ ഇത്രയും ചേർക്കാവേ മല്ലിപ്പൊടിയെ. ഇനി പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 4 പച്ചമുളക്. എരിവ് ഇത് മിതമായിട്ടുള്ള അളവാണ്, അതുകൊണ്ട് 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇഞ്ചി ചേർക്കണം. വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞിരിക്കണേ. ഇതൊരു സ്പൂൺ അളവിന് കാണിക്കുക എത്ര വേണമെന്ന്. ഒരുപാട് ചേർക്കരുത്. ഇഞ്ചി ഇങ്ങനെ കടിക്കും, അതുകൊണ്ട് കുത്തി അരിഞ്ഞ് തന്നെ ചേർത്തിരിക്കണം. ഈ ഒരളവിന് ചേർക്കേണ്ടതാണ്. ഇനി 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ടുണ്ട്. ഇനി കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഞെരടിയെടുക്കണേ. നന്നായിട്ട് ഞെരടിക്കുക. ആ ഉപ്പും മുളക് പൊടിയും സവാളയൊക്കെ ചേരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. വെളിച്ചെണ്ണയോടെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തൊക്കെ അരപ്പൊക്കെ ചേർക്കാറുണ്ട്. ഈ സമയം കൊണ്ട് അരപ്പൊക്കെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഇനി വേകാനുള്ള വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കി നോക്കണം. കുറച്ച് വെള്ളമൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരളവിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പേ വയ്ക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കാനായിട്ട് വിടണം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു ഐറ്റം ചേർക്കണം. പകുതി വെന്തതിന് ശേഷം ചേർക്കണം. നല്ലവണ്ണം കോവയ്ക്ക വെന്തതിന് ശേഷം ചേർക്കണം. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ചേർക്കേണ്ടത് ചേരുവകൾ. നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുള്ളത്. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. തക്കാളി ചേർത്തില്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഇതൊന്ന് പകുതി വേകാൻ വേണ്ടി വിടുക. കോവയ്ക്ക ഒന്ന് പകുതി വെന്ത് കിട്ടണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. കോവയ്ക്കൊക്കെ ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്ന പുളിയാണ്. ഒരു കുടംപുളിയാണ് ചേർക്കേണ്ടത്. ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുടംപുളി ചേർക്കണം. ഒരു കുടംപുളി എടുത്ത് രണ്ടായിട്ടൊന്ന് കീറി കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടി ചേർക്കുകയാണ്. ഇതിൽ പുളി ആദ്യമേ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോവയ്ക്ക വേഗം, പക്ഷേ അതിങ്ങനെ കട്ടിയായിട്ട് കിടക്കും. ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തേയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി. ഒരുപാട് ചേർക്കരുത്. 1/4 സ്പൂണിന് താഴെയായിട്ടാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി കോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. മൂടി വെച്ച് വേവിക്കാം. ചട്ടിയായത് കാരണം നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അതിങ്ങനെ ആ ചൂട് കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുമേ. കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോഫ്റ്റായിട്ടൊന്ന് വെന്ത് ഒതുങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുമുണ്ട്. ഇനി 1 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം മാത്രം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണേ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് അതും ചേർത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പം ചേർക്കണം. ചട്ടിയാണ്. കറിയെല്ലാം വെച്ചതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ ഒന്ന് വറ്റും. അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് ബബിൾ വരുന്ന രീതിയിൽ തിളപ്പിച്ചെടുത്താൽ മതിയേ. വന്നു തുടങ്ങിയിട്ടുണ്ട് ബബിളെല്ലാം. ഈ ഒരു രീതിയിൽ ഇനി വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം
ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. നന്നായിട്ട് കോവയ്ക്ക വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിള വന്നോളും. അങ്ങനെ ഇരുന്ന് തിള വന്ന് കുറച്ചൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യുവേ. ഇനി ഇതിനകത്ത് കടുക് താളിക്കണം. താളിക്കുന്നതിനകത്ത് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കാൻ നോക്കണേ. ആദ്യമേ തന്നെ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി സാധാ പോലെ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ചെറുള്ളിയാണ് ചേർക്കുന്നത്. ചെറുള്ളി ഒന്ന് പകുതി വഴന്നതിന് ശേഷമാണ് ഞാൻ സാധാരണ വറ്റൽമുളക് ചേർക്കാറുള്ളത്. അങ്ങനെ ചേർക്കുമ്പോൾ അത് കരിഞ്ഞ് പോഞ്ഞ് പോകത്തില്ല. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഇളക്കുക. ഇതാ കടുക് താളിച്ചിട്ടിട്ടുണ്ട്. കടുക് താളിച്ചൊഴിച്ച ഉടനെ പെട്ടെന്ന് മൂടി വയ്ക്കുക ഒരു 10 മിനിറ്റ് നേരത്തേന്. ഈ കറി നല്ലോണം ആറിയതിന് ശേഷം നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കുമേ. അപ്പോൾ നിങ്ങൾ ലഞ്ച് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇത് ആറിയിരിക്കുന്ന രീതിയിൽ പ്രിപ്പയർ ആക്കി വെക്കുക. ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയും കുടംപുളിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് നോക്കുക. ചോറിനാൻ അടിപൊളിയാണ്. ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.